ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത് 16ാമത്തെ എപ്പിസോഡ് 15ാമത്തെ ദിവസം. ഈ എപ്പിസോഡിൽ 16 മത്സരാർത്ഥികളോട് കൂടിയിട്ടായിരുന്നു തുടക്കമെങ്കിലും എപ്പിസോഡിന്റെ അവസാനമായപ്പോൾ അത് 15 മത്സരാർത്ഥികളായി. അപ്രതീക്ഷിതമായ ഒരു എവിക്ഷൻ നടന്നൊരു ദിവസമായിരുന്നു ഇത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സീസൺ ബിഗ് ബോസ് അടിപൊളിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ലൈവ് 8,000-ത്തിലധികം ആളുകൾ ലൈവ് കാണുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ടൈമിൽ, കാരണം ആ ഒരു സമയത്താണ് റോക്കിയുടെ ആ ഒരു വിഷയം ഉണ്ടാകുന്നതും വലിയ വലിയ പൊട്ടിത്തെറികൾ ആ വീട്ടിൽ സംഭവിക്കുന്നതും. ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ലൈവിൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം. പീക്ക് ടൈം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ അവസ്ഥ നല്ല രീതിക്കാണ് പോകുന്നതെങ്കിലും പക്ഷേ ഇപ്പോൾ റോക്കി കൂടെ പുറത്തായ സ്ഥിതിക്ക് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഇനിയിപ്പോൾ അവിടെ സിജോ എന്നൊരു ഇതാണ് പുറമേ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന ഒരാളായിട്ടുള്ളൂ. ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കൊഴിഞ്ഞു പോക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. റോക്കിയും സിജോയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ടും ചർച്ചകൾ ഉണ്ടായിരുന്നിരിക്കും. എല്ലാവരും തന്നെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരം ഒരു ആക്ഷൻ നടന്നിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഒന്നും നടക്കാത്ത തരത്തിലുള്ള ഒരു ആക്ഷനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. റോക്കി കാണിച്ചത് വളരെ ബാലിശമായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രേക്ഷകരടക്കം എല്ലാവരുടെയും അഭിപ്രായവും അത് തന്നെയാണ്. റോക്കി ഭയങ്കരമായിട്ട് ഒരു മുൻകോപം എടുത്തു കാണിച്ചു. കാരണം 6 വർഷമായിട്ട് പുള്ളി ദിവസം എണ്ണി കാത്തിരുന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പുള്ളി തന്നെ ഇന്നലെ ആ ഒരു ഇമോഷണൽ ഇതിൽ കൺഫെഷൻ റൂമിൽ വെച്ച് പറയുകയുണ്ടായി. പക്ഷേ അത്രയും നാളത്തെ ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ അച്ചീവ് ചെയ്ത ആ ഒരു വിജയം അത് വെറും 15ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അയാളത് ഉടച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം. വളരെ ബാലിശമായിട്ട് ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്താലും അതിൽ പ്രൊവോക്ഡ് ആവാതിരിക്കുക എന്നതാണ് ബിഗ് ബോസ് ഗെയിമിന്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി. പലതരത്തിലുള്ള സ്ട്രാറ്റജീസും പുറമെ നിന്ന് ആളുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുമ്പിൽ പ്ലാൻ ചെയ്ത് വരേണ്ട ഒരു സ്ട്രാറ്റജി ഇത് തന്നെയാണ്. എത്രത്തോളം ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് പോയാലും ഇതുവഴി കേട്ട് ഇതുവഴി വിടുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് പോകേണ്ടത്. അല്ലാതെ നമ്മൾ അതിൽ പ്രൊവോക്ഡ് ആവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്നുള്ളൊരു സർവൈവൽ ഗെയിമിന് അവിടെ ഒരു ചാൻസ് ഇല്ലാതെ പോവുകയാണ്. മുമ്പത്തെ ഒരു സീസണുകളിലും ഇത്തരത്തിലുള്ള ഒരു ആക്ട് സംഭവിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പത്തെ ഒരു 2ാമത്തെ സീസണിലൊക്കെ പച്ചമുളക് കണ്ണിൽ തേച്ചു എന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളൂ. പക്ഷേ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് മുദ്ര കുത്താൻ പാകത്തിനുള്ള ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. അത്രയ്ക്ക് വലിയൊരു പഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. സിജോ മൊത്തത്തിൽ ടയർഡാണ്. മെന്റലി ഫിസിക്കലി സിജോ ടയർഡാണ്. സിജോ ആവർത്തിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു റോക്കിയോട് ഇങ്ങനൊരു പ്രശ്നമില്ല, എനിക്കതിലൊരു വിഷയമില്ല, ഞാൻ ഓക്കെ ആണ്, എനിക്ക് അവനോട് മാനസികമായിട്ടൊരു പ്രശ്നമില്ല, അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് റോക്കിയെ പറ്റിയിട്ട് സിജോ പറയുന്നുണ്ട്. ഭയങ്കര ഈ വികാരത്തോട് കൂടിയിട്ടാണ് സിജോ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ സിജോയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവുന്നുണ്ട്. തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം പറയുന്നുണ്ട്. ജോ ലൈൻ അടക്കമുള്ള കുറച്ച് ഫ്രാക്ചേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. പഞ്ച് കിട്ടിയതിൽ അവിടെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ സിജോയ്ക്ക് ഉണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് സിജോയ്ക്ക്. പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഒരു റൂൾ അനുസരിച്ച് ഒരു ദിവസത്തിലധികം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ ഡയറക്റ്റ് ആയിട്ട് പുറത്തു പോകും എന്നതാണ് റൂൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സിജോ ആ വീട്ടിലില്ല. കാരണം പ്രമോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പ്രമോയിൽ സിജോ ഇല്ല. ഇന്ന് രാവിലത്തെ ഏഷ്യാനെറ്റിന്റെ പ്രമോ വന്നിരിക്കുന്നതിൽ സിജോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോ റെസ്റ്റിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് സിജോ പുറമെ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ ഇനി ആ ഒരു തിരിച്ചൊരു കംബാക്ക് സിജോയ്ക്ക് ഉണ്ടാകുമോ, അതോ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പോകുമോ, അതോ ഇതിൽ മറ്റൊരാൾ കാരണം സിജോയ്ക്ക് വയ്യാതെ വന്നു എന്നുള്ളത് അതൊരു ലൂപ്പ് ഹോളായിട്ട് ബിഗ് ബോസിന് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. നിലവിലത്തെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് സിജോ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പറയത്തക്ക വിധം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടിട്ട് തന്നെ അവിടെ ഒരുപാട് വൈൽഡ് കാർഡിനുള്ള ചാൻസസ് ഉണ്ടാവണമായിരിക്കും. അതുപോലെ റോക്കിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത് നോറയാണ് എന്ന് സിജ പറയുന്നുണ്ട്. റോക്കിക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് റോക്കി 2-3 ദിവസമായിട്ട് അസ്വസ്ഥമായിരുന്നു. സിജോ ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണ്, സിജോ കൂടെ നിന്ന് ചതിച്ചു, വഞ്ചകനാണ് എന്നൊക്കെ റോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നോറയാണ് അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. പക്ഷേ
അതിൽ ഒരു വ്യക്തത കുറവുണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ പവർ ടീം മുഴുവനായിട്ടും ആ ഒരു പവർ ടീം മെമ്പേഴ്സ് ഫുള്ളായിട്ടും എലിമിനേഷനിൽ വന്നിട്ടുണ്ട്. കാരണം ഇത്തവണത്തെ ബിഗ് ബോസ് തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ആദ്യമായിട്ട് അർജുനെ ക്യാപ്റ്റനായിട്ട് എടുത്തതിന് ശേഷം അർജുൻ തെരഞ്ഞെടുത്ത ടീമാണ് പവർ ടീം എന്ന് പറയുന്നത്. ആ പവർ ടീം 2 ആഴ്ചത്തോളം ആ വീട് ഭരിച്ചു എന്ന് പറയാൻ പറ്റില്ല. പവർ ടീം എന്നുള്ള ഒരു ലേബലിൽ ഈ 5 പേര് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് ഒരാൾ റീപ്ലേസ്ഡ് ആയെങ്കിൽ പോലും ഇവർ ഇത്ര നാളായിട്ടും ഈ ഒരു എവിക്ഷനിലേക്ക് വരാതെ സേഫ് ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാവരെയും എവിക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 5 പേരെയും എവിക്ഷനിലുണ്ട്. അതുകൂടാതെ എവിക്ഷനിലേക്ക് അൻസിബയും പിന്നെ നോറയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അർജുൻ പവർ ടീം ഇപ്പോഴത്തെ പവർ ടീമായ ജിൻഡോയും രശ്മിനും കൂടെ ചേർന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അർജുനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8 പേരാണ് ഇത്തവണത്തെ എവിക്ഷനിലുള്ളത്. പക്ഷേ ഇത്തവണ എവിക്ഷൻ സംഭവിക്കുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റത്തെ വീക്കിൽ എവിക്ഷൻ നടക്കില്ല എന്ന് എല്ലാ സീസണും വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഒരു കൊഴിഞ്ഞു പോക്കുകളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് ഈ ആഴ്ച ഒരു എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ ശക്തമായ വൈൽഡ് കാർഡുകൾ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ബിഗ് ബോസ് ഹൗസ് പോകുന്നത്. സിജോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും വൈൽഡ് കാർഡുകൾ വന്നേ പറ്റൂ. കാരണം ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഹൗസ് നല്ല പീക്കിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കുറച്ച് ശേഷം അതൊരു ഡൗൺ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇങ്ങനെ നല്ല കണ്ടന്റ് മേക്കേഴ്സ് തന്നെയാണ് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ശക്തമായ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് ഹൗസിന് ഇപ്പോൾ അനിവാര്യമാണ്.